ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പൂരാണ്. അപ്പം അങ്ങോട്ട് വന്നിരിക്കുകയാണ്. മൂത്ത ചേച്ചിയുടെ വീട്ടിൽ താണിക്കുളം അവിടെയാണ്. അപ്പം ഇന്ന് പൊങ്ങണങ്കാട് പൂരാണ്. അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ പോന്നു. ചെറിയ വിശേഷങ്ങൾ ഇവിടുത്തെ കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ ചേച്ചിയുടെ മകളാണ്. അവർ 4 കുട്ടികളാണ്. ഒരാൾ UK-ലാണ്. ഇവർ ഇരട്ടിയാണ്. ഇവരുടെ കൂടെ ഒരാളും കൂടി നല്ല ഉറക്കം ആശാത്തി. അവളെ ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല. ഇവള് മെഡിക്കൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഹസ്ബൻഡ് ഗൾഫിലാണ്. 3 ആൺകുട്ടികൾ. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാം വിശേഷങ്ങൾ. എന്നപ്പോൾ ഇവിടെ നെയ്ച്ചോറായിരുന്നു. നെയ്ച്ചോറ് ബിരിയാണി അത് അപ്പോൾ ബിരിയാണി അത്ര ഞാനോട് നെയ്ച്ചോറിനാ പറഞ്ഞിട്ട് അത്ര ഞാൻ കഴിച്ചു. പക്ഷേ പിന്നെ ഇതൊക്കെ അടച്ച് വെച്ചിരിക്കണം കേട്ടോ. 1 മിനിറ്റ്. ചിക്കൻ കറി, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ കണ്ണസ്വാമിയുടെ അവിടെ നിന്ന് സദ്യ വാങ്ങിയിരുന്നു കേട്ടോ. കാരണം അനന്തമോനൊക്കെ സദ്യ കഴിക്കുള്ളൂ, ചേച്ചി നോൺ കഴിക്കില്ല, സദ്യ കഴിക്കുള്ളൂ. ഇത് ചേച്ചിയുടെ വീടാണ് കേട്ടോ. പുതിയ വീടാണ്. കിച്ചൺ കുറച്ച് വെള്ളമുണ്ട് അടുക്കളയിൽ. സരിത, അടുക്കളയിൽ വെള്ളമുണ്ട് കേട്ടോ. ആരെങ്കിലും സ്ലിപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ആദ്യം പുറം കാഴ്ചകളാണ്. വീടിൻ്റെ ബാക്കിലേക്കാണ് പോണേ കേട്ടോ. ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് വേസ്റ്റ് അവിടെ ഉള്ളിൽ ഇതാ കറുത്ത ബക്കറ്റിൽ അല്ല, ഈ കറുത്ത ബക്കറ്റിൽ. ഇവിടെ ചെറിയൊരു കൃഷിയുണ്ട്. തക്കാളിക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിലും തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ട്. കണ്ടോ? ചീരയൊക്കെ ചേച്ചി മുറിച്ചു പോണു. വെണ്ടക്കായ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പേസാണ്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പർ വീടാണ് ചേച്ചിയുടെ വീട്. ചേച്ചിയുടെ വീട് കണ്ടിട്ട് ഞാൻ കൊച്ചിട്ട് ആദ്യം മുളകുണ്ടായി നിൽക്കുന്നുണ്ട്. എവിടെയൊക്കെ മുളകുണ്ടായി നിൽക്കുന്നുണ്ട്. പ്ലാവ് ബാക്ക് സൈഡാണ് കേട്ടോ. നല്ല എന്താ പറയുക, സീനറി ഉള്ള ഭാഗമാണ് ഇവിടെ. നല്ല കാറ്റാണ്, നല്ല കാറ്റ്, നല്ല സുഖമാണ്, നല്ല അന്തരീക്ഷമാണ്. ഇതാണ് വീട്. ഫ്രണ്ടിലൊരു വീട് പണി നടക്കുന്നുണ്ട്. ഇതാദ്യം പൂജ റൂമിൻ്റെ മുന്നിൽ വെച്ചിരുന്ന കേട്ടോ. പിന്നെ അത് വെയിൽ കൊള്ളണം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കി വെച്ച്. പാലയാണ്, തുളസി തറ. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. ഇത് വീടിൻ്റെ സിറ്റ് ഔട്ട്. സ്റ്റെപ്പറിങ്ങാണ്. അങ്ങനെ നമ്മൾ വേറൊരു സ്ഥലത്തെത്തി. ഇതൊക്കെ കുഴൽ കിണറാണ് കേട്ടോ. കിണറിൽ വെള്ളം കാണുന്നുണ്ടോ? കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു മാവ് വെച്ചിട്ടുണ്ട്. സപ്രോട്ട് ഉണ്ടായി തുടങ്ങിയല്ലോ. ചെറിയൊരു സപ്രോട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഒന്നല്ല കേട്ടോ, അവിടെ ഒരു പച്ച ഉണ്ടായിട്ടില്ലേ ഓങ്കി തോന്നിയതാ. കണ്ണ് ഡോക്ടറെ കാണാറുണ്ട്. കണ്ണട വെച്ചിട്ട് തന്നെ ബൾബാ. കണ്ണ് ഡോക്ടർക്ക് കിട്ടിയിട്ടുള്ളത് 30-ാം തീയതിയാണ്. ഇത് പേരാവോ? പേരയിൽ പൂട്ടുണ്ട്. എന്ത് രസമല്ലേ പൂവ് കാണാനിട്ട്. സരി, ഇത് പേരല്ലേ? എന്ത് പേര് അത്? ഇങ്ങനെ പൂവ് കിലോ പേരയാ? എന്ത് പേരാണാവോ? ഇത് ചാമ്പയല്ലേ? വലിയ ചാമ്പ ഉണ്ടാവണത് അല്ല. കിലോ പേര എന്നിട്ടൊരു വലിയത് ഗ്യാസിൻ്റെ ഇങ്ങനെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഗ്യാസിൻ്റെ പുറത്ത് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. വഴുതിനുണ്ട് ഇവിടെ. പയറുണ്ടായി നിൽക്കുന്നുണ്ട്, ചുവന്ന പയർ. ഇനി വീണ്ടും അവളുടെ അടുത്ത് എത്തി. കറങ്ങി തിരിച്ചിട്ട് പാത്രം കഴുകലാണ്. അവരിന്ന് ലേറ്റായിട്ട് എത്തി ഭക്ഷണം കഴിക്കാൻ. ഞങ്ങളുടെ കഴിച്ചിങ്ങനെ എത്തിയ. അയ്യോ, ഫുഡിൻ്റെ കവറൊക്കെ വീണെടുക്കുന്നു. മുമ്പ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ഉറക്കത്തില്ല കേട്ടോ. അത് കാരണം ഞാൻ എല്ലാവരും ഒന്നും കാണിച്ചു തരുന്നില്ല. പിന്നെ ഇത് പൂജാ റൂം. അത് ചേച്ചി മാത്രമേ കാണാൻ പാടുള്ളൂന്നല്ല. ചേച്ചി അത്രയും ഇതായിട്ട് നോക്കുന്ന സ്ഥലമാണ്. ഒരു പ്രത്യേക ഇതിലാണ് ചേച്ചി ഇതൊക്കെ കാത്തു സൂക്ഷിക്കണേ. ചേച്ചിയുടെ ഒരു ലോകം തന്നെയാണിത്. ആള് അത്രയും ഭക്തിയുള്ള ഒരാളാണ്. വിളക്കൊക്കെ എന്നും കഴുകും, വിളക്കും കിണ്ടിയൊക്കെ.
ഭഗവാന്മാർക്കുള്ള നേദ്യം അങ്ങനെയുള്ള സാധനങ്ങൾ, കവടി, കർപ്പൂരം, അരി. ഇവിടെ ഒരു കൃഷ്ണൻകുട്ടിയുണ്ട്, പശുവും കട്ടാവും. പിന്നെ ഇങ്ങനെ നെല്ല് നിറച്ച് വെച്ചിട്ടുണ്ട്. സ്ഥിരം വയ്ക്കും കേട്ടോ. പിന്നെ ഇവിടെ ഡൈനിങ് ടേബിള്, ഒത്തിരി. പിന്നെ ഡൈനിങ് ടേബിൾ എല്ലാവരും നല്ല ഉറക്കം. അതേവിടെ കുറച്ച് പേര് ടി വി കണ്ടിരിക്കുന്നുണ്ട്. ഹായ് പറഞ്ഞേ. ഇന്ന് ഷർട്ടൊന്നും ഇടണ്ട, നടക്കേട്. ഹായ് പറയടി. ഇവിടെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ വീഡിയോയിലിടയിൽ? ഫിലിം കാണാൻ പോവാ. ഇവിടെ ഒരാൾ അടിച്ചു പേര് തുറക്കില്ല കേട്ടോ, റോബോട്ട്. ഞാൻ നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, നല്ല സീനറിയാണ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ. മുകളിൽ നിന്ന് നോക്കുമ്പോഴാട്ടോ ശരിക്കും നല്ല സീനറിയാണ്. ഇതാ ഇവിടെ ഒരു നല്ലൊരു കൊമ്പ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ പേര് നോക്കട്ടെ, തിരുവമ്പാടി ശിവസുന്ദർ. എന്താല്ലേ ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ജീവൻ തുളുമ്പി നിൽക്കണ കണ്ണുപോലെയാ. ഇത് ഗിഫ്റ്റ് കിട്ടിയതാ. പിന്നെ സ്റ്റെപ്പ് കയറുന്നത് അവിടെ ഇതുണ്ട്. സ്റ്റെപ്പ് കയറുമ്പോൾ ലൈറ്റ് കത്തുന്നൊരു മെത്തേഡൊക്കെയാണ്, പക്ഷെ ഇപ്പോൾ കത്തുന്നൊന്നുമില്ല. അതിനെന്തോ ഓൺ ചെയ്യണമെന്ന് തോന്നുന്നു. സൗണ്ട് സിസ്റ്റമാണ് ടി വി. അപ്പം അതിൻ്റെ ഒരു ഇപ്പോൾ കയറി മുകളിലേക്ക് എത്തി. ഇത് മുകളിൽ ബാൽക്കണി കേട്ടോ. കണ്ട നല്ല സീനറിയാണ്. അവിടെ മലയാണ്. ഒരു പണി നടക്കുന്നുണ്ട് അവിടെയൊക്കെ. നല്ല സീനറിയാണ്. പടകള്. ഹലോ, ഇങ്ങോട്ട് നോക്ക്, ഒരു ഹായ് പറയടാ. ഇത് ഞങ്ങൾ മുരടേശ്വരത്ത് പോയിട്ട് എടുത്താട്ടാ. ഇതെൻ്റെ അമ്മ നിൽക്കണു. അമ്മനെ കാണുമ്പോഴും പറയുമ്പോഴും ഇപ്പോഴും കണ്ണെന്നറിയൂട്ടോ. എൻ്റെ അമ്മേനെ എന്നെ കാണുമ്പോൾ സങ്കടം വരിക. പോയി ഞങ്ങളെ വിട്ടിട്ട് എൻ്റെ അമ്മ. ഇതെൻ്റെ മൂത്ത ചേച്ചി അനന്തുവിനെ കണ്ടേ. അനന്തു മുട്ടയടിച്ചിട്ട് ചെറിയ കുട്ടിയായിട്ട് എൻ്റെ അമ്മ അനന്തുവിൻ്റെ അടുത്ത്. അമ്മ